ഇല്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. അൻവറിന്റെ വിലപേശലേറ്റില്ല. ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യം UDF തള്ളി. പണമില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ലെന്ന് അൻവർ. കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടെന്നും വെളിപ്പെടുത്തൽ. മാപ്പ് പറഞ്ഞിട്ടും സതീശൻ ഉടക്കുവെച്ചെന്ന ആരോപണം. UDF അൻവർ ബന്ധം ഉലഞ്ഞതിന് പിന്നാലെ M സ്വരാജ് നിലമ്പൂരിൽ. ആവേശോജ്വല സ്വീകരണം. പിണറായി സത്തിന്റെ വക്താവെന്ന വിമർശനം ഏറ്റെടുക്കുന്നുവെന്ന് സ്വരാജ്. ഇന്ത്യയെ പരിഹസിക്കുന്ന പാക് ക്രിക്കറ്റ് താരം അഫ്രിദിക്ക് സ്വീകരണമൊരുക്കിയ ദുബായിലെ മലയാളി സംഘടനയുടെ വിചിത്രവാദം. രാജ്യവിരുദ്ധ നിലപാടെന്ന വിമർശനം ഉയർന്നതോടെ പാക് താരം വിളിക്കാതെ വന്നതാണെന്ന് വിശദീകരണം. അഫ്രിദിയെ സ്വീകരിച്ചാനയിച്ചത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. കനത്ത മഴയിൽ ഒരു മരണം. വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ. പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. അപ്പർ കുട്ടനാട് വെള്ളത്തിൽ. ഇരട്ടയാർ കല്ലാർ ഡാമുകളിൽ റെഡ് അലർട്ട്. ട്രെയിനുകൾ വൈകിയോടുന്നു. ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 7 കോവിഡ് മരണം. കോവിഡ് രോഗികൾ 2710. കേരളത്തിൽ മാത്രം 1147 പേർക്ക് രോഗം. UDFിലേക്ക് ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ. VD സതീശനാണ് തന്നെ ഘടകകക്ഷിയാക്കാതിരിക്കാൻ ശ്രമിക്കുന്നതെന്നും സതീശൻ നയിക്കുമ്പോൾ മുന്നണിയിലേക്ക് പോകുന്നില്ലെന്നും അൻവർ വിശദീകരിക്കുന്നു. എന്നാൽ പണമില്ലാത്തതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നാണ് അൻവർ പറയുന്നത്. പിണറായി സത്തിനെതിരായ പോരാട്ടത്തിനിറങ്ങി ഒടുവിൽ UDFുമായി ഉടക്കിപ്പിരിക്കുകയാണ് PV അൻവർ. അതിനൊരേ ഒരു കാരണക്കാരനായി അൻവർ ആരോപിക്കുന്നത് UDF ചെയർമാൻ കൂടിയായ VD സതീശനെയാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്ന് പറയുന്നതിനും അപ്പുറമാണ് സതീശൻ എന്നാണ് അൻവറിന്റെ വിമർശനം. മലമ്പുഴ പോലെ ജയസാധ്യത ഒട്ടുമില്ലാത്ത 2 സീറ്റുകളാണ് ആദ്യം ചോദിച്ചത്. അത് നൽകിയില്ല. നിലമ്പൂരിന് പകരം ഒരു സിറ്റിംഗ് സീറ്റ് ചോദിച്ചെങ്കിലും അതും അംഗീകരിച്ചില്ല. അസോസിയേറ്റ് പദവി മതിയെന്ന ആവശ്യത്തോടും മുഖം തിരിച്ചു. സതീശൻ നയിക്കുമ്പോൾ മുന്നണിയിലേക്കില്ലെന്നും വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അൻവർ തുറന്നടിച്ചു. ഞാനിനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷേ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. ഒരൊറ്റ വ്യക്തി അല്ലാതെ UDFിൻ്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. വീണ്ടും CPMുമായി അടുക്കാൻ ശ്രമിക്കുകയാണോ അൻവർ? അതിനുള്ള സാധ്യത അൻവർ തന്നെ തള്ളി. അതിന് വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കുകയാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ലേ പോരാട്ടം ഇനി ഉണ്ടാവുക. ഇനി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആഗ്രഹമുണ്ടെന്നായിരുന്നു മറുപടി. എന്നാൽ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ല. ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. മലപ്പുറം മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLAമാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ, ഓല MP മാർ. UDFിൻ്റെ 42 MLAമാർ, അവരുടെ MP മാർ, അവരുടെ സംവിധാനം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാലാണ് താൻ സാമ്പത്തികമായി തകർന്നതെന്നായിരുന്നു അൻവറിന്റെ മറുപടി. ഇത് ജനവികാരം അനുകൂലമാക്കി വീണ്ടും മത്സരിക്കാനുള്ള നീക്കമായി വിലയിരുത്താം. ന്യൂസ് 18 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ നിൽക്കാമെന്ന് KC വേണുഗോപാൽ. അൻവറിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായാണ് KC വേണുഗോപാൽ നിലപാട് വ്യക്തമാക്കിയത്. താൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ടെന്നും ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ജയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ആ ആര്യാടൻ ഷൗക്കത്ത് അവിടുന്ന് MLA ആയിട്ട് വന്നിരിക്കുന്ന സംശയമില്ല.
അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം വിശാലമായ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ ജനങ്ങൾ വെറുക്കപ്പെട്ട സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിനകത്ത് ഈ സർക്കാരിനോട് താല്പര്യമില്ല. അപ്പം അത് പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനില്ലേ, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അതിനകത്തെല്ലാം ഉണ്ട്. MLA സ്ഥാനം രാജിവെച്ചു വരുന്ന തനിക്ക് മുന്നണിയിൽ എന്ത് പരിഗണന കിട്ടും എന്നതിലാണ് UDF നേതൃത്വവുമായുള്ള അൻവറിന്റെ പ്രധാന തർക്കം. വിജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും തനിക്ക് വേണ്ടി വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്തതാണ് കടുത്ത നിലപാടിലേക്ക് അൻവറിനെ നയിച്ചത്. UDFൽ എത്തിച്ച് തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നാണ് അൻവറിന്റെ വാദം. ഞങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷി വിട്, അസോസിയേറ്റ് അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ഞാനതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാമെന്ന് പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. അപ്പോൾ പറയാം, നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാമല്ലോ, 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാമല്ലോ, അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റില്ല, മുമ്പ് റെഡിയായിരുന്നു, ഇപ്പം പറ എനിക്ക് ഏത് സീറ്റ് തരും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല, കോൺഗ്രസിൻ്റെ സീറ്റാണ് നിലമ്പൂർ, കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. 100% ന്യായമല്ലേ ലീഗ് പറഞ്ഞത്. എൻ്റെ സീറ്റ് കൊടുക്കുന്നത്, ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ? കോൺഗ്രസിനാണ്. 99 സീറ്റിൽ ഇത്രയും സീറ്റുണ്ടല്ലോ, ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിലെ എവിടെയും പറയൂ. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷേ അയാൾക്ക് നിവൃത്തികേടുണ്ടാവും. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പോൾ 2-3 ആളപ്പോൾ ഈ 3 ആഴ്ചക്കുള്ളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നു? കൊല വിളിക്കാനാണ് തീരുമാനം. മനസ്സിലായില്ലേ? എന്താണ് UDFൽ കടക്കുന്നതിന് വേണ്ടി അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളെന്ന് അൻവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് അൻവർ തന്നെ ചോദ്യം ഉന്നയിക്കുകയാണ്. TG സജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ അൻവർ എന്താണ് UDFൽ കടന്നു കൂടുവാനുള്ള സമ്മർദ്ദമായിട്ട് ഉന്നയിച്ച കാര്യമെന്ന്. ഒരു സിറ്റിംഗ് സീറ്റ് വേണം, കാരണം നിലമ്പൂർ സീറ്റ് തൻ്റേതാണ്, അത് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് തനിക്ക് വേണമെന്ന്. ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങാതിരുന്നതാണല്ലോ ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗമായിട്ട് പോലും അൻവറിനെ പരിഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അൻവറിൻ്റേത് സമ്മർദ്ദം മാത്രമായിരുന്നുവെന്ന് വെളിപ്പെടുകയല്ലേ? തീർച്ചയായും അതുതന്നെയാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഷൗക്കത്ത്, ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരല്ല യഥാർത്ഥ തർക്ക വിഷയം. തിരുവമ്പാടി സീറ്റാണ്. നിലമ്പൂർ ഒഴിഞ്ഞപ്പോൾ തിരുവമ്പാടി സീറ്റാണ് അൻവർ യഥാർത്ഥത്തിൽ മനസ്സിൽ കണ്ടത്. പക്ഷേ അത് ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്. ലീഗ് നേതൃത്വവുമായ ആശയവിനിമയം നടത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റല്ലേ, കോൺഗ്രസിനല്ലേ താങ്കൾ നിലമ്പൂർ സീറ്റ് നൽകിയത്, അങ്ങനെയെങ്കിൽ കോൺഗ്രസ് തന്നെ സീറ്റ് വിട്ടു നൽകട്ടെ എന്ന നിലപാട് ലീഗിൽ നിന്നുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിലമ്പൂർ സീറ്റ് വിട്ടു നൽകേണ്ടി വന്നാൽ കോൺഗ്രസിൽ നിന്നും മറ്റൊരു വിട്ടുവീഴ്ച ലീഗും പ്രതീക്ഷിച്ചു. പക്ഷേ ആ തരത്തിലേക്ക് കോൺഗ്രസിൽ നിന്നും അനുകൂല നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അൻവറിനെ കുഴപ്പിച്ച വിഷയം. മറിച്ച് ഇക്കാര്യത്തിൽ ഒരു കോൺക്രീറ്റായ സ്റ്റാൻഡും ഉണ്ടായില്ല. ചുരുക്കത്തിൽ നിലമ്പൂർ വിട്ടു നൽകിയ തനിക്ക് കോൺഗ്രസിലും UDFിലും എന്ത് പരിഗണന എന്നത് അൻവറിനെ കുഴപ്പിച്ച വിഷയമാണ്. കോൺഗ്രസ് നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയതുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അൻവറിന് ഒരു സീറ്റ് വിട്ടു നൽകാം എന്ന നിലപാടിലേക്ക് ഒഴുക്കൻ മട്ടിൽ കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ അൻവറിനെ കുഴക്കിയ വിഷയം. ചുരുക്കത്തിൽ നിലമ്പൂർ സീറ്റ് വിട്ടു നൽകി UDFിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന തനിക്ക് ഉറപ്പിച്ച ഒരു സീറ്റ് നൽകുന്നുമില്ല. ചുരുക്കത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകും എന്ന തിരിച്ചറിവിലാണ് അൻവർ ഇപ്പോൾ ഇത്തരമൊരു നിലപാടെടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. VD സതീശനുമായി നേരിട്ട് ഏറ്റുമുട്ടിയ അൻവറിന് ഇനി UDFിൽ എന്ത് ഭാവി, ഇനി എന്ത് സാധ്യത എന്ന ചോദ്യത്തിന് കൂടിയാണ് ഇനി കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരിക. ഒരുപക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു നേതാക്കൾ ഇടപെട്ട് മറ്റൊരു വഴി തുറന്നേക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. എന്തായാലും നിലവിൽ എന്തായാലും അൻവറിന് മുന്നിൽ വാതിൽ തുറന്നില്ല UDF എന്നതാണ്. അൻവറിന്റെ സമ്മർദ്ദത്തിന് UDF വഴങ്ങിയിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിലമ്പൂരിലെത്തി. വൻ ജനാവലിയാണ് സ്വരാജിനെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. റോഡ് ഷോയും ഉണ്ടായിരുന്നു. ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ സ്വരാജിനെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരാണ് കാത്തുനിന്നത്.
തുടർന്ന് ആവേശോജ്വല സ്വീകരണം. പത്തൊൻപത് വർഷത്തിനു ശേഷം മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെത്തുന്നതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. കേരളത്തിൽ പിണറായിസം എന്നത് തെറ്റായ പ്രചാരണമെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. പിണറായിസത്തിന്റെ വക്താവ് എന്ന വിമർശനത്തെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കുന്നുവെന്നും മുന്നണി വ്യത്യാസമില്ലാതെ സ്വീകാര്യത ലഭിക്കുന്നതായും സ്വരാജ് പറഞ്ഞു. മുന്നണി ഭേദമന്യേ മലയാളികളുടെ സ്വന്തം മുഖ്യമന്ത്രിയായി മാറി. അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും പരസ്യ പ്രതികരണം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കാണുന്നവരാണ് എന്നതാണ് വസ്തുത. അപ്പോൾ തെരഞ്ഞെടുപ്പിലും മത്സരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ചില എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രമേ കാണുന്നുള്ളൂ. അത്തരം വാഗ്വാദങ്ങളിലോ തർക്കങ്ങളിലോ ഒന്നും ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. കവളപ്പാറ ദുരന്ത സമയത്ത് നിലമ്പൂരിലെത്തിയില്ല എന്ന അൻവറിന്റെ ആരോപണവും സ്വരാജ് തള്ളി. പലസ്തീനു വേണ്ടി മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഇനിയും സംസാരിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. ഞാനൊന്നും വന്നിരുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ അതിനൊന്നും മറുപടി പറയേണ്ടല്ലോ. എന്നാലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവർക്ക് കൂടി സ്വീകാര്യനാണ് എന്നും അല്ല എന്നും പറയുന്ന അന്നത്തെ MLA അദ്ദേഹവും ഞാനും ഒരു കുടക്കീഴിലായിരുന്നു പല ദിവസങ്ങളിലും ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കള്ളം പറയുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കള്ളം പറയുന്നത് സത്യസന്ധതയുടെ രാഷ്ട്രീയം ഉയർന്നു വരുമ്പോൾ നിഷ്പ്രഭമായി മാറും. അപ്പോൾ അങ്ങനെ പറയുന്നവർ അങ്ങനെ പറയട്ടെ. വസ്തുത വസ്തുതയായി, ചരിത്രം ചരിത്രമായി നിൽക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. വൈകിട്ട് മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ രാത്രി വരെയുള്ള റോഡ് ഷോയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന സ്വരാജ് കൂടി രംഗത്തിറങ്ങുന്നതോടെ നിലമ്പൂരിൽ കളം നിറയുകയാണ്. ന്യൂസ് 18 നിലമ്പൂർ. LDF UDF സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ നിലമ്പൂരിലെ മത്സരചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഉടൻ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകും. മണ്ഡലത്തിലെത്തിയ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് റോഡ് ഷോയുമായി കളം പിടിക്കുകയാണ്. ഇനി അറിയാനുള്ളത് NDAയുടെ നിലപാടാണ്. പത്രിക നൽകാനുള്ള അവസാന തീയതി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ മത്സരിക്കണോ വേണ്ടയോ എന്നതിൽ ഇതുവരെയും BJP നേതൃത്വം തീരുമാനമെടുത്തിട്ടില്ല. മത്സരരംഗത്തില്ലെങ്കിൽ വോട്ട് കച്ചവട ആരോപണം നിലമ്പൂരിൽ ചർച്ചയാകും. CV അനുമോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, BJP ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. BDJS മത്സരിക്കുന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു ഉറപ്പില്ലല്ലോ. എപ്പോഴാണ് ആര്യാടൻ ഷൌക്കത്ത് പത്രിക നൽകുക? മഞ്ജുഷ, പത്രികാ സമർപ്പണത്തിന് 2 ദിവസം മാത്രം ശേഷിക്കുമ്പോഴും BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, NDAയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൃത്യമായ ഒരു സൂചനകളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല. ഒരു പ്രഖ്യാപനവും വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. BDJS സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് നേരത്തെ തന്നെ രംഗത്തുണ്ടായിരുന്നു. BDJSന്റെ ജില്ലാ അധ്യക്ഷൻ ഗിരീഷ് മേക്കാട് മത്സരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചിരുന്നു. പക്ഷേ NDAയുടെ ഭാഗത്തുനിന്നും ഇതിൽ പ്രഖ്യാപനമൊന്നും വരാത്തതാണ് ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ BJPയെ, NDAയെ പ്രതിസന്ധിയിലാക്കുന്നത്. അത് വോട്ട് കച്ചവടത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇപ്പോൾ തന്നെ കോൺഗ്രസ്, CPM BJP ബന്ധം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ കരുത്ത് പകരുന്ന തരത്തിലേക്കാണ് BJPയുടെ, NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യം കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതേസമയം ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ നിലമ്പൂരിൽ പ്രചരണത്തിൽ ശക്തമായി. എം സ്വരാജ് ഇന്ന് രാവിലെയാണ് നിലമ്പൂരിലെത്തിയതെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രവർത്തകരുടെ ഊർജം, ഒരു സംഗമം, അത്രമാത്രം ഒരു ആവേശം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് അദ്ദേഹത്തെ ആളുകൾ കാണാൻ ഈ റോഡിൻ്റെ ഇരുവശവും കാത്തുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു തരംഗം സ്വരാജ് തീർക്കുന്നുവെന്ന് LDF അവകാശവാദം ഉന്നയിക്കുമ്പോൾ നേരത്തെ പ്രചരണം തുടങ്ങാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. ആര്യാടൻ ഷൌക്കത്ത് ഇപ്പോൾ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടികളാണുള്ളത്. അദ്ദേഹം നേരത്തെ തന്നെ പ്രചരണത്തിൽ മുൻപിൽ എത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പത്രികാ സമർപ്പണം കഴിഞ്ഞതോടെ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രചരണത്തിലേക്ക് നീങ്ങും. നാളെ മുതൽ അതിലേക്ക് കടക്കുകയാണ് UDF. അതേസമയം LDFൻ്റെ കൺവെൻഷൻ നാളെയാണ്. നാളെ മുഖ്യമന്ത്രിയും
മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. ഇതോടൊപ്പം ഇനി രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, അൻവർ മത്സരിക്കുമോ എന്നുള്ളത്. അൻവർ മത്സരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ പണമില്ല എന്ന് പറയുമ്പോഴും അൻവർ മണ്ഡലത്തിലെ ജനങ്ങളിൽ ഒരു ഏത് തരത്തിലാണ് ഈ വിഷയത്തെ അവർ കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് വേണം കരുതുവാൻ. അൻവർ മത്സരിക്കുമെന്ന സൂചന തന്നെയാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ നാളെ വൈകുന്നേരത്തോടെ അതിലും ഒരു കൃത്യമായ ഉത്തരം കിട്ടും. നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക നൽകും. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ ആലപ്പുഴയിൽ ഒരാൾ മരിച്ചു. ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത്. കാറ്റിലും മഴയിലും വ്യാപകമായി മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം പേരൂർക്കടയിൽ മരം വീണ് SAP ക്യാമ്പിലെ 4 പോലീസുകാർക്ക് പരിക്കുപറ്റി. മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. കേശവദാസപുരത്ത് മരം റോഡിന് കുറുകെ വീണു. കൊല്ലത്ത് മഴക്കെടുതിയിൽ 6 വീടുകൾ പൂർണ്ണമായും 164 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നാണ് പ്രാഥമിക കണക്ക്. കൊട്ടാരക്കര താലൂക്കിൽ 34, പൂയപ്പള്ളി, വെളിയം, ഓടനാവട്ടം, വെളിനെല്ലൂർ എന്നിവിടങ്ങളിൽ 15 വീടുകളും തകർന്നു. ആദിച്ചനെല്ലൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. അഞ്ചൽ, അറക്കൽ, അലയമൺ, എരൂർ, ചെന്നപ്പേട്ട, ഇടമുളയ്ക്കൽ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഏറം വായനശാല ജംഗ്ഷനിൽ 60ഓളം വാഴകൾ നിലം പൊത്തി. റബ്ബർ കൃഷിക്കും നാശമുണ്ട്. പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരുവല്ല അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. പുളിക്കീഴ്, പെരിങ്ങര, ശ്രീമൂലപുരം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ആറന്മുള ഏഴിക്കാട് കോളനിയിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. 350ഓളം കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. തിരുവല്ല ഉത്രമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി. പത്തനംതിട്ടയിൽ 6 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നുവെന്നാണ് കണക്ക്. KSEBിക്ക് മാത്രം 68 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. ആലപ്പുഴ ഹരിപ്പാട് മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞു മരിച്ചു. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറി. KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. 4 താലൂക്കുകളിലായി 26 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 851 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അമ്പലപ്പുഴയിൽ 10 ക്യാമ്പുകളിലായി 715 കുടുംബങ്ങളും, കുട്ടനാട് 5 ക്യാമ്പുകളിലായി 26 കുടുംബങ്ങളും, കാർത്തികപ്പള്ളിയിൽ 3 ക്യാമ്പുകളിലായി 76 കുടുംബങ്ങളും, ചെങ്ങന്നൂരിൽ 8 ക്യാമ്പുകളിലായി 34 കുടുംബങ്ങളുമുണ്ട്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2343.78 അടിയായി. സംഭരണശേഷിയുടെ 40.62% ജലനിരപ്പ്. കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകുന്നത് തുടരുന്നു. ഇരട്ടയാർ, കല്ലാർ ഡാമുകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രാ നിരോധനം തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ രാത്രികാല യാത്ര ഒഴിവാക്കണം. മലവെള്ളപ്പാച്ചിലുണ്ടായ ചേർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വാഹനങ്ങൾ ചന്ദ്രഗിരി പാലം, കാഞ്ഞങ്ങാട് വഴി തിരിച്ചുവിടുകയാണ്. ഇന്നും പല ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ഫാത്തിമ മാതാ ബോട്ടിനെക്കുറിച്ചും 4 മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും ഇപ്പോഴും വിവരം കിട്ടിയിട്ടില്ല. അതേസമയം ഇന്ധനം തീർന്നതിനെ തുടർന്ന് ഉൾക്കടലിൽ അകപ്പെട്ട സഹായ മാതാ ബോട്ടിന് സമീപം മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എത്തി. 3 മണിക്കൂറിനകം 4 മത്സ്യത്തൊഴിലാളികളെയും തിരികെ കരയിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 3:30-ക്കാണ് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സഹായമാത ഫാത്തിമ പാത ഇങ്ങനെ 2 ബോട്ടുകൾ കാണാതാകുന്നത്. ഇതിൽ ആകെ 8 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സഹായമാത എന്ന ബോട്ടിലുണ്ടായിരുന്ന 4 പേർ ഈ ബോട്ടിൽ ഇന്ധനം തീർന്നതിനെ തുടർന്ന് കടലിൽ അകപ്പെട്ട നിലയിൽ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇന്ധനം എത്തിച്ച അവിടെ നിന്ന് ഈ ബോട്ട് തിരികെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് സ്ഥലം MLA കൂടിയായ M. വിൻസെന്റും അതോടൊപ്പം കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഫാത്തിമ പാത ബോട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനിയും ലഭിക്കാനുള്ളത്. ആശങ്കയുടെ വേലിയേറ്റം തന്നെയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ. ആരാണ് നമുക്ക് കാണാതായത്? അനുജൻ, സഹോദരനാണ്. പേര് ജോണി, 8-ാം ജോണി. ഫാത്തിമ പാത ബോട്ടിലാണോ? ഫാത്തിമ ബോട്ടിലാണ്. ഇന്ന് 3 ദിവസം കൊണ്ട് അവരെ കാണുന്നില്ല. അവരെവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല.
ബാക്കിയുള്ള മക്കളെല്ലാം വന്ന് ചേർന്നുകൊണ്ടിരിക്കണമെന്ന് പറയണ ഇവരുടെ ഒരറിവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഒരറിവും കിട്ടുന്നില്ല. 3 ദിവസം കൊണ്ട് അവര് വെള്ളത്തിൽ കിടന്ന് നീന്തല്ലേ, കൊണ്ടുവരാൻ പറയേ. അതിശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. കടലാക്രമണ ഭീഷണി പല മേഖലകളിലും നിലനിൽക്കുന്നു. അതിനിടയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ ഒരു ഘട്ടത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ 2 കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന തീരത്ത് നിന്നൊരു 4 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശത്ത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വാർത്ത കേൾക്കാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ദിവസങ്ങളായി ഈ കാണാതായ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എറണാകുളം പനമ്പള്ളി നഗറിൽ കാർ കുഴിയിൽ വീണു. ജലജീവൻ മിഷനു വേണ്ടിയെടുത്ത കുഴിയിലാണ് കാർ വീണത്. ആർക്കും പരിക്കില്ല. കൊച്ചിയിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. എറണാകുളം പനമ്പള്ളി നഗറിലാണ് വാട്ടർ അതോറിറ്റി ഒരു മുന്നറിയിപ്പുമില്ലാതെ എടുത്ത കുഴിയിലേക്ക് കാർ വീണത്. ഭാഗ്യത്തിന് ആർക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുഴിയെടുത്തതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. നമുക്ക് കാണാം ഈ കാറ് നേരെ ഒരു ഭാഗം പൂർണ്ണമായും അതിനകത്തേക്ക് വീഴുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇവിടെ ഇത് സ്ഥാപിച്ചതെന്നാണ് ഈ കുഴിയെടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലരും ഇന്നലെ രാത്രി ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ കുഴിയെടുക്കുന്ന വിവരം പോലും അറിഞ്ഞത്. ഞങ്ങൾ ഇതിലെ കൂടി രാത്രി പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഫാമിലിയായിട്ട് തിരിച്ച് ഇതിലെ വഴി ഇങ്ങനെ പോണേണ്. അപ്പോഴേക്ക് അവിടെ ശരിക്കും ബ്ലോക്ക് ചെയ്യണം. നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അറിയാത്തതുകൊണ്ട് ഞാനും എന്റെ വണ്ടിയും ബാക്കിലൊരു കാറും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ 2 2 വീലർ ഇതിലെ കൂടി പാസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നത്. ഇത് ശരിക്കും ആ കോൺട്രാക്ട് ആരായാലും ആ കോൺട്രാക്ട് പൈസ ഈടാക്കണം, എന്നാലേ ഇതിനൊക്കെ സ്പ്രാഡാവുള്ളൂ. യാതൊരു ഇത് അറിയിപ്പില്ലെന്ന് മാത്രമല്ല കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ തന്നെ ആളുകളൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു വർക്ക് ബോധമുള്ള ആരെങ്കിലും ചെയ്യൂ. കേരളം മുഴുവനും റോഡ് താറുമാറായി എന്ന് പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ ദുരിതരാ വന്നുകൊണ്ടിരിക്കുന്ന ചാനലുകൾ മുഴുവനും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനൊരു പ്രതീക്ഷ ഒരിക്കലുമില്ല. രാത്രി 11 മണിക്ക് ശേഷം കുറച്ച് JCBയും കുറെ മെറ്റലും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്ന ആർക്കും യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഴത്തിലുള്ള കുഴികൾ എടുത്തതെന്ന് പരിസരത്തുള്ളവർ തന്നെ പറയുന്നതായാലും ഈ പെരുമഴയിൽ ഇത്ര തിടുക്കപ്പെട്ട ഈ രീതിയിൽ ഇതെല്ലാം തന്നെ ചെയ്യണമോ എന്ന ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710 കേരളത്തിൽ മാത്രം ഇപ്പോൾ 1147 കോവിഡ് രോഗികളാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 7 മരണവും 42 പുതിയ കേസുകളുമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 22ഉം ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710 ഉയർന്നു. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. സംസ്ഥാനത്ത് മാത്രം 1147 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിൽ 424, ഡൽഹി 294, ഗുജറാത്ത് 223, കർണാടകയിലും തമിഴ്നാട്ടിലും 148 കേസുകളും പശ്ചിമ ബംഗാളിൽ 116 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വകഭേദങ്ങളുടെ വ്യാപനമാണ് വീണ്ടും കോവിഡ് കേസുകൾ ഉയരാൻ കാരണം. സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് പുതിയ വകഭേദത്തിലും കാണപ്പെടുന്നതെന്നും അതിനാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉടൻ പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് കിടക്കകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, പരിശോധനാ കിറ്റുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിലവിൽ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ലെങ്കിലും ലാബുകളിൽ RT-PCR പരിശോധനാ സംവിധാനം ഒരുക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകർ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവരും പൊതുയിടങ്ങളിലും യാത്രകളിലും ഉൾപ്പെടെ മാസ്ക് ധരിക്കാനും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാനും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് മലയാളി സംഘടന ദുബായിൽ സ്വീകരണം ഒരുക്കിയതിനെ ചൊല്ലി വിവാദം. അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. എന്നാൽ അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദി ക്ഷണിക്കാതെ ചടങ്ങിലേക്ക് വരികയായിരുന്നുവെന്നാണ് സംഘാടകരുടെ വിചിത്രമായ വിശദീകരണം.
ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഓർമ്മച്ചുവടുകൾ എന്ന പേരിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ പരിപാടി സംഘടിപ്പിച്ചത്. പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് കമ്മ്യൂണിറ്റി സെന്ററായിരുന്നു വേദി. ഈ പരിപാടിയിൽ പാക് മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും പങ്കെടുത്തതാണ് വിവാദമായത്. ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിക്കുന്നതും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന് ആഘോഷം സംഘടിപ്പിച്ച മലയാളി സംഘടനയെ 5-ാം പത്തികൾ എന്നല്ലാതെ എന്ത് വിളിക്കാനെന്നായിരുന്നു BJP നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. വിമർശനം കടുത്തതോടെ വിശദീകരണവുമായി സംഘടനാ ഭാരവാഹികൾ രംഗത്തെത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപേ ഹാൾ ബുക്ക് ചെയ്തിരുന്നതാണ്. മറ്റൊരു വേദി കണ്ടുപിടിക്കുന്നത് അസാധ്യമായതിനാൽ അതേ വേദിയിൽ തന്നെ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ചടങ്ങിലേക്ക് താരങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. അതേ ഓഡിറ്റോറിയത്തിൽ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന താരങ്ങൾ വിളിക്കാതെ കയറി വരികയായിരുന്നുവെന്നും എല്ലാം പെട്ടെന്നായതിനാൽ നിയന്ത്രിക്കാൻ ആയില്ലെന്നുമാണ് വിശദീകരണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഭീകരവാദത്തിനെതിരായി ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം തുടരുകയാണ്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടുന്ന സംഘം സന്ദർശനം നടത്തി. പാകിസ്ഥാൻ വെറുപ്പിന്റെയും മതഭ്രാന്തിന്റെയും രാജ്യമാണെന്ന് ജോൺ ബ്രിട്ടാസ്. ഇന്ത്യയിൽ നിന്ന് 5 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് ഈ സംഘത്തിലുള്ളത്. ഇതിൽ 3 പാർട്ടി പ്രതിപക്ഷ അംഗങ്ങളും 2 ഭരണപക്ഷ പാർട്ടി അംഗങ്ങളുമാണ്. എന്നാൽ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ദൗത്യത്തിനായിട്ടാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഉദാഹരണമാണ് ഈ സംഘമെന്നും അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഒരു മതത്തിന്റെ പേരിലാണ് പാകിസ്ഥാൻ രാഷ്ട്രമാകാൻ തയ്യാറായത്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ 2ാമത്തെ വലിയ മുസ്ലിം സമൂഹമുള്ളത് ഇന്ത്യയിലാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. The unique nature of this delegation. 5 political parties. Out of that, 3 political parties are against the ruling party. But we are here together for a mission. This represents the real culture of India. And that is where India is distinct from Pakistan. India is a secular democracy, plural, diverse. I am from Kerala. There are people from the north, west, east. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,920, പവന് 71,360. 18 ക്യാരറ്റ് ഗ്രാമിന് 7,345, പവന് 58,760. വെള്ളി ഗ്രാമിന് 110, കിലോയ്ക്ക് 1,10,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.